ഡ്രൈവർക്ക് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരുപാട് ജീവനുകൾ കൈയിൽ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ പ്രത്യേകം അവരുടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എത്രയൊക്കെ വന്നാലും കൂടെയുള്ളവരുടെ നമ്മുടെ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാനാണ് പരമാവധി ഡ്രൈവർമാരും ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ ഹൃദയാഘാതം പോലെ അവസാന നിമിഷം ആളുകളെ ഒന്നും അറിയിക്കാതെ വരുന്ന വേദന ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജീവനുകളെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ആ ഡ്രൈവറുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ് ഡ്രൈവർക്ക് ദേഹാസ്വസ്ഥ്യം വരികയും ഹൃദയാഘാതം അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഹൃദയാഘാതം അനുഭവപ്പെട്ട ഞൊടിയിടയിൽ തന്നെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. തുടർന്ന് നിയന്ത്രണം വിട്ട ഈ ബസ് KSRTC ബസ്സായിരുന്നു. അത് കടകളിലേക്ക് ഇടിച്ചു കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാവേലിക്കരയിലായിരുന്നു സംഭവം. ഡ്രൈവർ മരിച്ചു എന്നും അറിയുന്നു. ചെന്നിത്തല 35 C പ്രദീപാണ് മരിച്ചത്. 49 വയസ്സ് മാത്രമായിരുന്നു ഈ ഡ്രൈവറുടെ പ്രായം. മാവേലിക്കര നടക്കാവിൽ വ്യാഴാഴ്ച രാവിലെ 8:22 അപകടം സംഭവിച്ചത്. ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ പ്രദീപ് ബസ്സിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. ബസ് നിയന്ത്രണം വിട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരിൽ ഒരാളാണ് സ്റ്റിയറിംഗ് തിരിച്ച് കടകളിൽ ഭാഗത്തേക്ക് ബസ് ഇടിച്ചു കയറ്റി നിർത്തിയത്. പ്രദീപിനെ ഉടൻ തന്നെ മാവേലിക്കര ആശുപത്രിയിലും പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ മാത്രം ആയില്ല. ബസ്സിൽ 20ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല. പത്തനംതിട്ട ആലപ്പുഴ ചെയിൻ സർവീസ് നടത്തുന്ന മാവേലിക്കര ഡിപ്പോയുടെ REA 885 വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് വരികയായിരുന്നു ഈ ബസ്. രാവിലെ എടുത്തപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഹൃദയാഘാതമായിരുന്നു എന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല. മാവേലിക്കര നടക്കാവ് തോപ്പിൽ ഒപ്റ്റിക്കൽസ്, 4i, കാനറ ബാങ്ക് എന്നിവ പ്രവർത്തിക്കുന്ന കടകളുടെ മുൻപിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. സ്ഥാപനങ്ങളുടെ ബോർഡുകളും മതിലും തകർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. 20ഓളം ആളുകൾ ഉണ്ടായിരുന്നിട്ടും അതിലാർക്കും പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ത്യാഗം നൽകുകയായിരുന്നു. ഹൃദയാഘാതമായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണത്. ബസ് പെട്ടെന്ന് തന്നെ നിയന്ത്രണത്തിലെത്തിച്ച ഒരു യുവാവ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുമോ എന്ന ചിന്ത അദ്ദേഹത്തിന് അവസാന നിമിഷം പോലും ഉണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം ആരെയും അപകടത്തിലെത്തിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ആ കുടുംബത്തിൻ്റെ കരച്ചിൽ ഇപ്പോൾ കേൾക്കുകയാണ്. ആ കുടുംബത്തിന് ഇപ്പോൾ തീരാ നോവായി മാറുകയാണ് ഈ വാർത്ത. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഏക അത്താണി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.